തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ് സംഘടിപ്പിച്ച റാലിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും 39 പേരാണ് മരിച്ചിരിക്കുന്നത്. കുട്ടികളടക്കം നിരവധി പേർ മരിച്ച ഈ ഒരു സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ജോയ് മാത്യു രംഗത്തെത്തി. ഒരു നടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. എന്തിനു വേണ്ടിയാണ് മനുഷ്യരിങ്ങനെ ബലിയാകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. വിജയ് എന്ന നടനെ കാണാനായി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിലുണ്ടായ അപകടത്തിൽ 40ഓളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 10ലധികം കുട്ടികളാണ് എന്നത് ഏറെ വേദനാജനകമാണെന്ന് ജോയ് മാത്യു ചൂണ്ടിക്കാണിച്ചു. അനീതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കോ യുദ്ധവിരുദ്ധ പ്രചരണങ്ങൾക്കോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനോ അഴിമതിക്കെതിരെയോ ഭരണമാറ്റത്തിനോ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നില്ല ഈ സമ്മേളനമെന്നും മറിച്ച് കേവലം ഒരു താരത്തെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയധികം മനുഷ്യർ ജീവൻ ബലിയർപ്പിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. മാധ്യമങ്ങളും ആരാധകരും സൃഷ്ടിച്ചെടുക്കുന്ന അതിമാനുഷിക പരിവേഷം കാരണം താരങ്ങൾ തങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലെന്നും ജോയ് മാത്യു പറഞ്ഞു. തമിഴ്നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ടെന്നും അണ്ണാദുരൈയുടെ സംസ്കാര ചടങ്ങിൽ തീവണ്ടിയുടെ മുകളിൽ യാത്ര ചെയ്ത് മരിച്ചവരും MGR, ജയലളിത തുടങ്ങിയവരുടെ മരണാനന്തര ചടങ്ങുകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ഒരു താരത്തെ കാണാൻ മാത്രം വന്ന തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളടക്കം ഇത്രയധികം പേർ മരിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരമോഹങ്ങളുടെ പ്രദർശനങ്ങളിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളും അവിവേകികളായ മനുഷ്യരും അതിവൈകാരികതയുടെ ഇരകളാകുന്നതിനെയും അദ്ദേഹം വേദനയോടെ രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജോയ് മാത്യു അനുശോചനം രേഖപ്പെടുത്തി. താരപ്രേമത്തിന്റെ അപകടകരമായ അനന്തരഫലങ്ങളാണ് ഈ ദുരന്തം അടിവരയിട്ട് കാണിക്കുന്നതെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 40ഓളം പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതിൽ 10ലധികം പേരും കുട്ടികൾ. എന്തൊരു ദുരന്തം! എന്തിനു വേണ്ടിയാണ് മനുഷ്യരിങ്ങനെ ബലിയാകുന്നത്? അനീതിക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണോ? അല്ല. യുദ്ധവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പ്രകടനമാണോ? അല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ അഴിമതിക്കെതിരെയോ ഇനി ഭരണമാറ്റത്തിന് വേണ്ടി തന്നെയോ ആണോ? അല്ല. എല്ലാം വിജയ് എന്ന താരത്തെ കാണാൻ കേൾക്കാൻ. താരം എന്നത് മറ്റെല്ലാ മനുഷ്യരെയും പോലെ തന്നെ ഉള്ള ഒരാളാണ്. അമാനുഷിക കഴിവുകളൊന്നും തന്നെ ഇല്ലാത്ത സാധാ മനുഷ്യനാണെന്നും മാധ്യമങ്ങളും ആരാധക വങ്കന്മാരും മിത്തിക്കൽ പരിവേഷത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണെന്നും എന്നാണ് ഇവർ മനസ്സിലാക്കുക? തമിഴ്നാടിനെ സംബന്ധിച്ച് ഇത്തരം ബലികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി അണ്ണാദുരൈയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തീവണ്ടി ബോഗികൾക്ക് മുകളിലിരുന്ന് യാത്ര ചെയ്ത് മരണപ്പെട്ടവർ നിരവധി. MGR, ജയലളിത തുടങ്ങിയവരുടെ ശവസംസ്കാര നേരത്തും ഈ മാതിരി മരണാചാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു താരത്തെ കാണാനും കേൾക്കാനും വന്ന് തിക്കുതിരക്കുകളിൽപ്പെട്ട് കുട്ടികളടക്കം ഇത്രയധികം പേർ മരിക്കുന്നത് ആദ്യമായിട്ടാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ആൾക്കൂട്ട പ്രദർശനത്തിൽ അതിവൈകാരികതയുടെ ഇരകളാകുന്നത് ബോധമില്ലാത്ത മനുഷ്യരും. മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ജോയ് മാത്യു തന്റെ കുറിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്തായാലും 39ഓളം പേരാണ് ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപയാണ് ഇപ്പോൾ ധനസഹായമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. പരിക്കേറ്റവർക്ക് 2 ലക്ഷവും. അതേസമയം ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. 111ഓളം പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ പകുതിയിലേറെ പേരും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്.